ഈ വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വലിയൊരു ദുരന്തമായിരുന്നു. അതിൻ്റെ ഒരു കുറ്റബോധം ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിയെ കൊന്ന RSSകാരാന്ന് പറയുന്നുണ്ടല്ലോ. പട്ടേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ദൈനംദിന പുരോഗതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന് ഈ വിഷയത്തിൽ എന്തായാലും ഒരു പങ്കുമില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകളെ RSSന്റെ ഭാഗമാക്കുക? അത് ഡോക്ടർ ജിക്ക് അത് പറയാൻ പറ്റുള്ളൂ. അപ്പം പ്രായപരിധിയില്ല. സംഘത്തിലെ ആളുകൾ ചേരുന്നതിന് പ്രായപരിധിയില്ല. ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമോ? ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കേണ്ടതല്ല, ഭാരത ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഇതിന് ഐഡിയോളജി എന്താണ്? ഈ സവർക്കറിൻ്റെ ഹിന്ദുത്വയാണോ അതോ പിന്നീട് നമ്മൾ ഗുരുജിയുടെ വിചാരധാരയാണോ? സംഘത്തിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സർവതോമുഖമായ ഉന്നതി, അതാണ് പറയുന്നത്. അത് പ്രാർത്ഥനയിൽ അത് പറയുന്നുമുണ്ട്. വിധായാസ ധർമ്മസ്യ സംരക്ഷണം പരം വൈഭവം നേതുമേധസ്വരാഷ്ട്രം എന്ന് പറയുന്നുണ്ട്. പരമമായ വൈഭവം, രാഷ്ട്രത്തിൻ്റെ പരമമായ വികാസം ലക്ഷ്യമാക്കിയിട്ട് ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലേക്ക് നയിക്കുക, ഇതാണ് പ്രാർത്ഥനയിൽ പറയുന്നത്. ഇതെന്തുണ്ടായതാ എന്തോ ഈ പ്രാർത്ഥന? ഈ പ്രാർത്ഥന അല്ലല്ല, പ്രാർത്ഥന ആദ്യം മുതലേ ഉണ്ട്. പക്ഷേ നിലവിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥന 1939 അതിൻ്റെ അവസാന രൂപം കൊടുത്തതും 40 മുതലാണ് ചൊല്ലിത്തുടങ്ങിയതും. കാരണം അതിനു മുമ്പുള്ള പ്രാർത്ഥന 2 ഭാഷയിലായിരുന്നു. കുറച്ച് ഭാഗം മറാഠി ഭാഷയിലും കുറച്ച് ഹിന്ദിയും ഉണ്ടായിരുന്നു. അപ്പോൾ നാഗപ്പൂരിന് പുറത്തേക്ക് സംഘം വ്യാപിച്ചപ്പോൾ ഒരു പൊതുഭാഷ എന്നുള്ള നിലയ്ക്ക് അന്ന് സംസ്കൃത ഭാഷയിലുള്ള പ്രാർത്ഥന എടുത്തു. ഇപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന സംസ്കൃത പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ അടിയിൽ ഭാരത് മാതാ കി ജയ് എന്നൊരു ആഹ്വാനം ഹിന്ദിയിലുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുന്ന ഐഡിയോളജി, ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് RSS പ്രവർത്തിക്കുന്നത്? എന്തൊരു നമുക്കൊരു ഈ ഭരണഘടനയെന്നോ അല്ലെങ്കിൽ ഐഡിയോളജി ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഇതുണ്ടല്ലോ. അതെ, അല്ല ഞാനിപ്പോൾ ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ മാർഗം ഒന്ന് സംഘടന എന്നതാണ്, സമാജത്തിൻ്റെ സംഘടന. ഒരു സംഘടിത സമാജം അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും സ്വയം പരിഹരിക്കും. അപ്പോൾ കർത്തൃത്വശേഷിയും നേതൃത്വശേഷിയുമുള്ള ഒരു സമൂഹത്തിന് അവരുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെയൊക്കെ സ്വയം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനെന്ത് വേണം? ഒരാൾക്കൂട്ടം സംഘടനയല്ല. അപ്പോൾ അതുകൊണ്ട് വ്യക്തികളെ ഈ സംഘടന സംസ്കാരം ലഭിക്കത്തക്കവണ്ണം അവരെ രൂപപ്പെടുത്തുക എന്നതാണ് സംഘത്തിൻ്റെ പ്രവർത്തനം. അപ്പം അതുകൊണ്ടാണ് മാൻ മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിംഗ് ആണ് സംഘത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത്. അതിലൂടെ ദേശവ്യാപകമായ സംഘടന രൂപപ്പെടുകയും ആ സംഘടിത പ്രവർത്തനത്തിലൂടെ രാഷ്ട്രത്തിൻ്റെ പരമവൈഭവത്തിനുള്ള ഒരു അന്തരീക്ഷം, ഒരു ഉണർവ് സൃഷ്ടിക്കുകയുമാണ് സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുവാക്കൾ എന്ന് തുടങ്ങിയെങ്കിൽ, പക്ഷേ ഇന്ന് എല്ലാവരും RSS, ഇപ്പം സഞ്ജയ് ചേട്ടനൊക്കെ RSS മാറിയത് എല്ലാവർക്കും എന്നെ ഇപ്പം രൂപപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ രൂപപ്പെട്ട് കഴിഞ്ഞ സാധനമാണ്. ഇപ്പോൾ നാളെ താങ്കൾക്കും ആ സംഘത്തിലേക്ക് വരാം. പക്ഷെ ഞാനൊരു RSSൽ ജീവിച്ച ഒരാളൊരു സ്വയം സേവകമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു ജീവിത രീതി കൊണ്ടും വീക്ഷണങ്ങൾ കൊണ്ടും നിങ്ങളെയും ഞങ്ങൾക്ക് ഈ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് പ്രായമുള്ളവരെയും സ്വീകരിക്കും. പക്ഷേ ഊന്നൽ എപ്പോഴും യുവാക്കളിലാണ്. കാരണം അവരെയാണല്ലോ രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. അല്ലാതെ മുതിർന്ന ആളുകളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ചിന്താഗതിയിൽ ഒരല്പം പരിവർത്തനം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ പ്രായപരിധിയില്ല. സംഘത്തിലെ ആളുകൾ ചേരുന്നതിന് പ്രായപരിധിയില്ല. സ്ത്രീകൾ സംഘത്തിൻ്റെ കാര്യക്രമത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നില്ല. പക്ഷേ 1936 മുതൽ സമാന്തരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രവർത്തനമുണ്ട്. അതൊരു സ്വയം സേവകൻ്റെ അമ്മ സംഘസ്ഥാപകനോട് പറഞ്ഞു, എന്താ ഞങ്ങൾക്ക് പെൺമക്കൾക്കും വേണമല്ലോ ഒരു പ്രവർത്തനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുൻകൈ എടുത്ത് തുടങ്ങും, ഞാൻ നിങ്ങൾക്ക് മറ്റു തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ വ്യവസ്ഥ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 1936 മുതൽ രാഷ്ട്രസേവികാ സമിതി എന്നൊരു സംഘടന പ്രവർത്തിക്കുന്നു. അതും RSSന്റെ ഭാഗം തന്നെയാണ്. അതും നമ്മുടെ ഈ പറയുന്ന മൊത്തം ഇതേ പാറ്റേൺ അവിടെ തുടരുന്നത്. ഏതാണ്ട് അവർക്ക് അതേ ഉണ്ട്. പ്രാർത്ഥനയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ ഈ കാര്യക്രമങ്ങളെല്ലാം മിക്കവാറും എല്ലാം അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ RSSന്റെ ഭാഗമാക്കുക? അത് ഡോക്ടർ ജിക്ക് അത് പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം കാരണം അന്നത്തെ അന്തരീക്ഷം അല്ല ഇന്ന്. ഇപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ
50% വിമൻസ് രജിസ്ട്രേഷൻ കാലമല്ല ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത് അന്നത്തെ സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സംഘത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ സമ്പർക്ക വിഭാഗം, അതുപോലെ പ്രചാർ വിഭാഗം, ഇതിലൊക്കെ ഇപ്പോൾ സ്ത്രീകൾ ധാരാളമായി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദൈനംദിന കാര്യക്രമത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നില്ല. എന്നുവെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളെയും ഒന്നിച്ച് നിർത്തി കാര്യക്രമങ്ങൾ എടുക്കുന്ന ഇതില്ല, കാരണം അവർക്ക് വേറെ കാര്യക്രമമുണ്ട്. പക്ഷേ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികൾ എന്ന് മാത്രമല്ല, നമ്മുടെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ മാസ് ഓർഗനൈസേഷൻ, ഇപ്പോൾ BJP, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സമിതി, ഇതൊക്കെ ഒരു ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ദേശീയ തലത്തിൽ തന്നെയുണ്ട്. ഈ ഡോക്ടറുടെ കാലത്ത് തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ശാഖ വളർന്ന് നാഗ്പൂർ വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം? അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാഖ എന്ന് നമുക്ക് പറയാം, നാഗപ്പൂരിലെ ശാഖ. അപ്പോൾ അദ്ദേഹം 15 വർഷം മാത്രമേ അതിൽ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. അപ്പോൾ ആശയത്തിനനുസരിച്ചിട്ടുള്ള ഒരു തലമുറ അവിടെ ഉയർന്നു വന്നു. അപ്പോൾ അവരൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളാണ് ഭൂരിപക്ഷം. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഈ സ്വയം സേവകരോട് ഡോക്ടർജി പറഞ്ഞു, നിങ്ങൾ ഉപരിപഠനത്തിന് നാഗപ്പൂർ വിട്ടുപോകണം, മറ്റ് നഗരങ്ങളിലേക്ക് പോകണം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ നാഗപ്പൂരിലെ കുട്ടികൾ ഉപരിപഠനത്തിന് പോയിക്കൊണ്ടാണ് RSSൻ്റെ വളർച്ചയുണ്ടായത്. അവർ ബനാറസിൽ പഠിക്കാൻ പോയി, അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയി, മീററ്റിൽ പഠിക്കാൻ പോയി, കാൺപൂർ പഠിക്കാൻ പോയി, പൂനെയിലേക്ക് പോയി. അങ്ങനെയാണ് ഈ സംഘത്തിൻ്റെ വ്യാപനം ഉണ്ടായത്. പിന്നീട് അത് യഥാർത്ഥത്തിൽ ഈ അന്ന് കാശി വിശ്വവിദ്യാലയത്തിൽ ഭയാജി ദാണി എന്ന് പറഞ്ഞു, പിന്നീട് അദ്ദേഹം സംഘത്തിൻ്റെ സർസംഘാലകമായി. അവിടെ പഠിക്കാൻ പോയ ഈ ഭയാജി ദാണിയാണ് ഇന്നത്തെ അധ്യാപകനായ, നാഗപൂരുകാരനാണ്, പക്ഷേ സംഘത്തിനും അറിയില്ല, അദ്ദേഹത്തിന് സംഘത്തെ അറിയില്ല. ഈ ഭയാജി ദാണി എന്ന വിദ്യാർത്ഥിയാണ് ഗുരുജിയെ സമ്പർക്കം ചെയ്ത് സംഘശാഖയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഡോക്ടർജിയെ പരിചയപ്പെടുത്തുകയും ഡോക്ടർജി പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അദ്ദേഹം ഇടയ്ക്ക് സന്യസിക്കാനായിട്ട് പോയിരുന്നു ഗുരുജി. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുസമാധിക്ക് ശേഷം അദ്ദേഹം വീണ്ടും നാഗപ്പൂരിലേക്ക് വന്നപ്പോൾ ഡോക്ടർജി അദ്ദേഹത്തിന് പെട്ടെന്ന് ചുമതലയൊക്കെ കൊടുത്ത് സംഘത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഈ അദ്ദേഹം ഡോക്ടർജിയുടെ കാലത്ത് തന്നെ RSS അപ്പോൾ എല്ലായിടത്തും തന്നെ എത്തിയോ? അതായത് 1940 കേരളത്തിലെത്തിയിരുന്നോ? മദ്രാസിലെത്തി. മദ്രാസിലെത്തി. ഓ, അദ്ദേഹം 1940 അദ്ദേഹത്തിന് അവസാനത്തെ ഒരു വർഷം വളരെ കാര്യമായ അസുഖങ്ങളുണ്ടായിരുന്നു. ആരോഗ്യം ക്ഷയിച്ചു. കാരണം ഈ 15 വർഷം അദ്ദേഹം ഭയങ്കരമായി ബുദ്ധിമുട്ടി. ഈ ആളുകളുടെ പരിഹാസവും ഇതെല്ലാം സഹിച്ചാണല്ലോ അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു വഴി വെട്ടി തുറക്കാണ്. അപ്പോൾ അദ്ദേഹം 1900 അസുഖമായിരിക്കുന്ന സമയത്ത് നാഗപ്പൂരിൽ നടക്കുന്ന പരിശീലന ശിബിരത്തെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ചെറുരൂപം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അവിടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുമ്പിൽ ഞാൻ ഭാരതത്തിൻ്റെ ഒരു ചെറുരൂപം കാണുന്നു. ഈ സർസംഘ് ചാലക് എന്നുള്ള പദവി അന്ന് തന്നെ ആയതാണോ? അത് ഡോക്ടർജിയുടെ കാലത്ത് തന്നെ ഡോക്ടർജി അറിയാതെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സർസംഘാലകമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പിന്നെ പ്രവർത്തകരുടെ അഭിപ്രായവും അവരുടെ താല്പര്യവും മാനിച്ച് അദ്ദേഹം അത് സമ്മതിച്ചു. പിന്നെ അതൊരു ട്രഡീഷനായി. അങ്ങനെ തുടങ്ങിയ പദവിയാണ്. അതെ. അപ്പം 15 കൊല്ലം കൊണ്ട് ഏകദേശം എത്ര ശാഖകളായി? ഏകദേശം ഞാൻ പറഞ്ഞു, ഏകദേശം അന്നത്തെ കാലത്ത് ഒരു 700 ശാഖയൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് തന്നെ ഇത് വളരാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർപ്പ് തുടങ്ങി. എനിക്കിത് 35 മറ്റോ. അതായത് ഈ ഡോക്ടർജി 1921 ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ നിസ്സഹകരണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു. പിന്നീട് വന്നൊരു ഗാന്ധിയൻ സമരമാണ് 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹം അതിനകം സംഘം തുടങ്ങിയിരുന്നു. പക്ഷേ സർസംഘാലക് പദവി അദ്ദേഹം രാജിവെച്ച് മറ്റൊരു പ്രവർത്തകനെ ആ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹവും ആയിരക്കണക്കിന് അനുയായികളുമായിട്ട് നമ്മുടെ ഇവിടുത്തെ കൂട്ട് ഉപ്പുകുറുക്കലല്ല, അവിടെ വനസത്യാഗ്രഹം എന്നതിന് പറഞ്ഞത്, വനനിയമം ലംഘിക്കുക.
അപ്പോൾ അങ്ങനെ വനനിയമം ലംഘിച്ച് 9 മാസം അദ്ദേഹം വീണ്ടും വീണ്ടും ജയിലിലായി. ചെയ്തു. പക്ഷേ ഈ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ ഒരു സംഘത്തോട് താല്പര്യമില്ലാത്തൊരു ഗ്രൂപ്പ് സജീവമായി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ സംഘത്തിനോടുള്ള ഒരു എതിർപ്പുകൾ ഏതാണ്ട് പ്രത്യേകിച്ച് അത് ഒരു 30കൾ മധ്യത്തോടു കൂടിയിട്ട് 34-ൽ ആ അവര് സംഘത്തോടും അതെ ലീഗിനോടും അതെ പിന്നെ വേറെ പ്രസ്ഥാനത്തോടും സഹകരിക്കരുത് കോൺഗ്രസ് ഹിന്ദു മഹാസഭ സഹകരിക്കരുതെന്ന് അവര് ഉത്തരവിറക്കി അല്ലേ? അതെ അതെ. ഒരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്, ഈ ഹിന്ദു മഹാസഭയും സംഘവും അല്ലെങ്കിൽ മുഞ്ചയും ഖഡ്ഗേവാറും എല്ലാം കൂടെ ഏതാണ്ട് ഒന്നിച്ചൊരു സംഘടനയാണ്. നല്ല കാരണം ഇവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റേതായ ഒരു മൗലിക ചിന്തയും ഒരു മൗലികമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുമാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത്. അത് ഹിന്ദു മഹാസഭ പ്രധാനമായിട്ട് പൊളിറ്റിക്കലായിരുന്നു. ഹിന്ദു മഹാസഭ അംഗമായിരുന്നില്ലേ? ആയിരുന്നു അദ്ദേഹം. കാരണം അവിടെ അന്ന് വലിയ ഈ പറയുന്ന ഡിവൈഡൊന്നുമില്ല. പിന്നീട് പൊളിറ്റിക്കൽ അംബീഷൻസ് കൂടുതൽ പ്രബലമായതോടുകൂടിയാണ് ഇതെല്ലാം വരുന്നത്. എന്ന് മാത്രമല്ല പിന്നീട് ഈ മുസ്ലിം ലീഗ് തന്നെ കോൺഗ്രസിനെ ഹിന്ദു പാർട്ടി എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അന്നത്തെ അന്തരീക്ഷത്തിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ സഹകരിച്ചു പോകുന്ന ഒരു പ്രവർത്തനമുണ്ട്. സവർക്കർ ഗൗരവമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അല്ല പ്രവർത്തിച്ചു എന്ന് പറയുന്നത് സംഘത്തിലില്ല. ഇപ്പോൾ ഡോക്ടർ ജി സാവർക്കറെ ആദരിച്ചിരുന്നു. എന്ന് മാത്രമല്ല സവർക്കർ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിലൊക്കെ അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ആദരിച്ചിരുന്നു, വളരെയേറെ ആദരിച്ചിരുന്ന വ്യക്തിയാണ്. RSSനെ സംബന്ധിച്ച് സവർക്കർ ഒരു ആരുമല്ല, ഐഡിയോളജി എടുത്തു എന്നല്ലാതെ. അതെ അതെ, ഐഡിയോളജിയുമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം പൊതുവായിട്ടുള്ള. ഇല്ല 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 ഇല്ല. മാത്രമല്ല അവസാന കാലത്ത് ഈ ഹിന്ദു മഹാസഭയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല എന്ന നിലയ്ക്ക് അദ്ദേഹം അതിരൂക്ഷമായി സംഘത്തെ വിമർശിച്ചിട്ടുണ്ട്. ഈ സവർക്കറോ? പിന്നെ ഹിന്ദു മഹാസഭയായിരുന്നു അദ്ദേഹം. അതെ അതെ, ഹിന്ദു മഹാസഭ പ്രസിഡന്റ് ആയില്ല പിന്നീട്. ഒരു ആദ്യം പ്രസിഡന്റ് ഹിന്ദു മഹാസഭയെ സഹായിക്കുന്നില്ല എന്നുള്ള. അതെ അതെ അതെ. എന്നുവെച്ചാൽ അവരുദ്ദേശിക്കുന്ന തരത്തിൽ പൊളിറ്റിക്കൽ വർക്കിനായിട്ട് പോകുന്നില്ല സംഘം എന്ന നിലയ്ക്ക് അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. കാരണം ഇവിടെ ഇവർ ഈ പറയുന്ന കുറേ ശാരീരിക കാര്യക്രമങ്ങളൊക്കെ ചെയ്യുന്നു, ദക്ഷാരമയൊക്കെ പറയുന്നു, ദണ്ഡ കറക്കുന്നു, ഇവരൊന്നും ചെല്ലില്ല എന്ന അവരുടെ പരാതി. ഇങ്ങനെ ആയുസ് പഴക്കുകയാണെന്നൊക്കെയുള്ള പരാതിയാണ്. പക്ഷേ ഡോക്ടർ ഖഡ്ഗേവാറിനെ കുറിച്ച് ഒരു വീക്ഷണമുണ്ട്. അദ്ദേഹം സൃഷ്ടിക്കുന്നത് കർത്തൃത്വ ശേഷിയുള്ള ദേശസ്നേഹമുള്ള വ്യക്തികളെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രവർത്തനം. രാഷ്ട്രീയമല്ല. രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്ര നിർമ്മാണം. അതെ അതെ, രാഷ്ട്ര നിർമ്മാണം, വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം. സവർക്കർ പക്ഷേ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, ഇമ്മീഡിയറ്റ് രാഷ്ട്രീയത്തിലാണ്. അവർക്ക് സമകാലിക രാഷ്ട്രീയത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ് അവരെല്ലാം. പക്ഷേ ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗാന്ധിജി മരണം. അതിന് മുമ്പാണ്, എനിക്ക് അത് കഴിഞ്ഞാന്നറിയാം. ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ കേൾക്കുന്നത്. അതെങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്തത്? ഹിന്ദു മഹാസഭയുടെ അല്ല RSS ഇപ്പോഴും ഇവർ പറയുന്നുണ്ട് ഗാന്ധിജിയൊക്കെ ഒന്ന് RSSകാരാന്ന് പറയുന്നുണ്ടോ? അതെ അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്ന പോലുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം KPCCയുടെ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ആയിരുന്നു EMS എന്ന് പറയുന്ന പോലെ. ഈ ഹിന്ദു കുറച്ച് തീവ്രമായി ഗാന്ധിജിയുടെ ഈ അഹിംസാത്മകമായിട്ടുള്ള സത്യാഗ്രഹങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത കുറേ ആളുകൾ ഉണ്ട്, അക്കാലത്തുണ്ട്. കാരണം വിപ്ലവകാരികളുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, അവരാണ് ഹിന്ദു മഹാസഭ. അതെ അതെ. അപ്പോൾ അവർക്ക് ഗാന്ധിജിയുടെ പ്രത്യേകിച്ചും ഈ 1946-40 പാകിസ്ഥാൻ പ്രമേയവും പിന്നീടുണ്ടായിട്ടുള്ള ഡയറക്റ്റ് ആക്ഷനും കൽക്കട്ടയിലും നവഖാലിയിലും ഡൽഹിയിലുമൊക്കെ ഉണ്ടായ കലാപവും അവിടെ ഗാന്ധിജി അപ്പോഴും ഈ പറയുന്ന സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിലുമൊക്കെ വലിയ ഈർഷ്യയുള്ളൊരു വിഭാഗങ്ങളുണ്ടായിരുന്നു. ആ വിഭാഗങ്ങൾ അവരുടേതായ രീതിയിൽ ഗൂഢാലോചന നടത്തി ഗാന്ധിജിയെ എലിമിനേറ്റ് ചെയ്യാനുള്ള പരിശ്രമം നടത്തി എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ വിഭജനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വലിയൊരു ദുരന്തമായിരുന്നു. അതിൻ്റെ ഒരു കുറ്റബോധം ആർക്കുണ്ടായിരുന്നു? ഗാന്ധിജിക്കല്ല. ഗാന്ധിജിക്ക് നിരാശയാണ്. ഗാന്ധി സ്വാതന്ത്ര്യ ദിന പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് എന്തോ കാരണത്താൽ അദ്ദേഹം അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് സമ്മതം മൂളുക ചെയ്തത്.
പക്ഷേ വിഭജനവും അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നടന്ന അതിഭീകരമായിട്ടുള്ള കൂട്ടക്കൊലകളും ഒഴിഞ്ഞുപോക്കും ഇതെല്ലാം ഈ അന്നത്തെ ഭരണകൂടത്തെ, പ്രത്യേകിച്ചും നെഹ്റു ഉൾപ്പെടെയുള്ളവരെ വല്ലാതെ ഒരു പ്രതിസന്ധിയിലാക്കി. അപ്പോൾ അവിടെ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾക്കൊക്കെ സർക്കാർ മിഷനർ കംപ്ലീറ്റ് പരാജയപ്പെട്ടു. അവിടെ ഓടിയെത്താൻ RSS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലത്ത് സംഘത്തിൻ്റെ യശസ്സ് വല്ലാതെ വർദ്ധിച്ചു. അപ്പോൾ അതിൽ സ്വാഭാവികമായും രാഷ്ട്രീയ കാരണങ്ങളാൽ അന്നത്തെ ഭരണകൂടം വളരെയേറെ ഇതായിരുന്നു, നിരാശരായിരുന്നു. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഈ RSSനെ ഒന്ന് നിരോധിക്കണം, അവരെ ഒന്ന് തടയണം, അവരുടെ വളർച്ചയെ തടയണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂൺ മൊമെൻ്റ് ആയിരുന്നു ഗാന്ധിവാദം. ഔദ്യോഗികമായിട്ട് സർക്കാർ ഇത് പ്രസ്താവന ഇറക്കി, ഈ ഇതിനകത്ത് അവർക്ക് റോളുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് സർദാർ പട്ടേലിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ പോകുമ്പോൾ കള്ളക്കേസ് തന്നെ ഉണ്ടാക്കും, പക്ഷേ അദ്ദേഹം ത്രൂ ഔട്ട് ഈ കേസ് അദ്ദേഹം തന്നെ നേരിട്ട് പരിശോധിച്ചു. അപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ഈ അന്വേഷണത്തിൻ്റെ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ പട്ടേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം ദൈനംദിന പുരോഗതി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, RSSന് ഈ വിഷയത്തിൽ എന്തായാലും ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് വർക്ക്സിലുണ്ട് അത്. അപ്പോൾ മാത്രമല്ല ആ കേസിലൊന്നും RSSൻ്റെ ഒരു പേരാരും പരാമർശിച്ചിട്ടില്ല. എനിക്ക് ആരാ പ്രതിയായത്, രണ്ടാം പ്രതിയായത്? അല്ല, അതിൽ ഒരു ധാരാളം പേരുണ്ടായിരുന്നല്ലോ. സവർക്കർ പ്രതിയായിരുന്നു, പിന്നെ സവർക്കർ പ്രതിയായിരുന്നു. നാഥറാം ഗോഡ്സെയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ FIRലോ പിന്നീടുള്ള അന്വേഷണത്തിന് RSSൻ്റെ പേര് തന്നെ ഇല്ല. കാരണം അത് വിദൂരമായി പോലും ബന്ധമില്ല. എന്ന് മാത്രമല്ല, ഗാന്ധിജി ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി ഒന്നിൽ കൂടുതൽ തവണ RSSൻ്റെ ശാഖയിൽ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം 1934 വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഡൽഹിയിൽ കലാപം നടക്കുന്ന സമയത്ത് അന്നത്തെ ഡൽഹിയിലെ പ്രചാരകനോട് എനിക്ക് ഗുരുജിയെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലല്ലോ അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ അദ്ദേഹം ഡൽഹി വന്ന സമയത്ത് ഗാന്ധിജിയെ കാണാൻ പോയി. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കണം, സമാധാനം ഇറക്കാൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികം അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ലോ, മഹാത്മജി തന്നെ അത് ചെയ്താൽ മതി, കാരണം സമാധാനം വരണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ പ്രസ്താവന ഇറക്കണം എന്ന് അദ്ദേഹം നിർബന്ധിച്ച് പ്രസ്താവന ഇറക്കി. എന്നിട്ട് മാത്രമല്ല, എനിക്ക് RSSൻ്റെ പ്രവർത്തകരോട് സംസാരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഭംഗി കോളനിയിൽ, ബിർള ഹൗസിന് അടുത്തുള്ള ഭംഗി കോളനി, ചില ഭംഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലീനിങ് വർക്കേഴ്സ് താമസിക്കുന്ന ഏരിയയാണ്, അതിനടുത്താണ് അദ്ദേഹം പോയി താമസിച്ചത്, ബിർള ഹൗസിൽ. അപ്പോൾ ആ ഭംഗി കോളനിയിലുള്ള ഒരു നമ്മൾ സാംഖിക് എന്ന് പറയുന്ന പല ശാഖകളിലെ പ്രവർത്തകർ വന്നിട്ട് അങ്ങനെ അവിടെ വന്ന ആ സാംഖിക്കിൽ അദ്ദേഹം പങ്കെടുത്തു. അത് 1947 സെപ്റ്റംബർ 16 ഗാന്ധിജി. അതായത് മരിക്കുക 5-6 മാസം മുമ്പ് ആ സംഖ്യ പറഞ്ഞു. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം സ്വയംസേവകരുടെ ചോദ്യത്തിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായിട്ട് യോജിച്ചിരുന്നില്ല. പക്ഷേ ഗാന്ധിജി 1920 മുതൽ സംഘസ്ഥാപകൻ തന്നെ ഗാന്ധിജിയുടെ അനുയായിയെ കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ്. മാത്രമല്ല നാഗപൂർ കോൺഗ്രസ് ഇദ്ദേഹം ഒരു പ്രമേയം തന്നെ, നമുക്ക് പൂർണ്ണ സ്വരാജ് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രമേയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാന്ധിജി വധത്തിൽ RSS ബന്ധമുണ്ടെന്ന് വെറുതെ പറയുന്ന ഒരു കഥയാണ്, ഒരു തരത്തിൽ ഒരു സാമ്യം പോലും ഇല്ല. മാത്രമല്ല ഈ പറഞ്ഞവരിൽ പല നേതാക്കന്മാരും പലതവണ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല മാർക്കറ്റുള്ള ഒരു സാധനമായിട്ട് അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതേസമയം ഹിന്ദു മഹാസഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ഹിന്ദു മഹാസഭയിലെ ഒരു വിഭാഗത്തിന്. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ, അന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ ഹിന്ദു മഹാസഭയായിരുന്നു നിയമിക്കുന്നത്. NC ചാറ്റർജി എന്ന് പറയുന്ന ആയിരുന്നു അതിൻ്റെ പ്രസിഡൻറ്റ്. അവരെയൊന്നും പിടിച്ചിട്ടില്ല. ഗുരുജിയാണ് അറസ്റ്റ് ചെയ്തത്. ഗുരുജി അറസ്റ്റ് ചെയ്തു? പിന്നെ ഗുരുജി അറസ്റ്റ് ചെയ്തു.
കാരണം അതിൻ്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇദ്ദേഹം മരിച്ചു, ഡോക്ടർ മരിച്ചു. 40 അദ്ദേഹം മരിച്ചു. 40 മുതൽ അദ്ദേഹം തന്നെ ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കത്തെഴുതി വെച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഗുരുജിയാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഗുരുജിയിലേക്ക് വരാം. എങ്ങനെയാണ് ഗുരുജി ഇതിലേക്ക് എത്തുന്നത്? നേരത്തെ സൂചിപ്പിച്ചു പോയി എങ്കിൽ പോലും ഒന്ന് വിശദമായി പറഞ്ഞാൽ കൊള്ളാവുന്നതാണ്. കാരണം ഈ സർസംഘചാല ഇദ്ദേഹത്തിന് പെട്ടെന്ന് ചെറിയ പ്രായത്തിൽ മരിച്ചു എന്ന് തോന്നുന്നു. ഡോക്ടർ ജി 51 ഈ 51 മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു അതെ അതായത് ഭാഗ്യവശാല് ഈ 1939 സംഘത്തിലെ ചിന്തൻ ബൈഠക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ഗുരുജിയുടെ കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1931 നാഗപ്പൂരിനടുത്ത് സിന്ധി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറേ ദിവസം നീണ്ടു നിന്ന ഒരു ആലോചന ബൈഠക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബൈഠക്കിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് സംഘത്തിൽ നിലവിലുള്ള പല കാര്യപദ്ധതികളും പ്രാർത്ഥനയും എല്ലാം ഫൈനലൈസ് ചെയ്തു വരുന്നത്. 40 മുതൽ ഇതെല്ലാം നടപ്പിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ ശരിക്കും ഗുരുജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അവിടെ സംഘപ്രവർത്തനവും പഠനവുമായിട്ട് അവിടെ എത്തിപ്പെട്ട് സംഘപ്രവർത്തനമുണ്ട്, ശാഖ തുടങ്ങി. സംഘപ്രവർത്തകനാണ് ഗുരുജി. ഇല്ല, അവിടെ ശാഖ തുടങ്ങാൻ പോയ വിദ്യാർത്ഥികളാണ് ഇദ്ദേഹത്തെ ശാഖയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഇങ്ങനൊരു നാഗപ്പൂരുകാരനുള്ള അധ്യാപകനോടുണ്ടെന്നും അദ്ദേഹം ഇങ്ങനെ ഗുരുജി എന്നാണ് അറിയപ്പെടുന്നതെന്നും ഒക്കെ ഇൻഫർമേഷൻ ഡോക്ടർ അറിയപ്പെടുന്നത് എങ്ങനെയാണത്? അത് വിദ്യാർത്ഥികൾ വിളിച്ചതാണ്. കാരണം അദ്ദേഹം അവിടെ വളരെ പ്രിയങ്കരനായൊരു അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികളെ സഹായിക്കുക, പഠനത്തിൽ മോശമായ വിദ്യാർത്ഥികളെ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അവർക്ക് ട്യൂഷൻ കൊടുക്കുക, മറ്റു രീതിയിൽ സഹായിക്കുക. ഒരു അധ്യാപകൻ എന്നുള്ളൊരു ആദർശ വ്യക്തിത്വം എന്ന നിലയ്ക്കൊക്കെ കുട്ടികളിട്ട ഒരു ഇരട്ടപ്പേരാണ് ഗുരുജി എന്നുള്ളത്. ഈ വിവരം പിന്നെ അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉറച്ചു. ഈ വിവരം ഈ ഡോക്ടർ ജി അറിയിക്കുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ ജി പിന്നീട് സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. പിന്നെ ഇദ്ദേഹം ഈ ഉദ്യോഗം കാലാവധി അവസാനിച്ചു. അതിനുശേഷം അദ്ദേഹം റിസർച്ചിന് പോയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം തുടർന്നില്ല. മദ്രാസിലെ അക്വേറിയത്തിലായിരുന്നു റിസർച്ച്, ഫിഷറീസിലായിരുന്നു അദ്ദേഹം ഗവേഷണം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം നാഗപ്പൂര് വന്നു. അച്ഛനമ്മമാരുടെയൊക്കെ നിർബന്ധം കാരണം അദ്ദേഹം LLB ചെയ്തു. അവിടെ പ്രാക്ടീസും ആരംഭിച്ചു, ബോർഡുമൊക്കെ വെച്ച് പ്രാക്ടീസൊക്കെ തുടങ്ങി. പക്ഷേ ആ കാലം മുതൽ തന്നെ അദ്ദേഹം നാഗപ്പൂരിൽ ഒരു ബേസിക്കലായിട്ടൊരു സ്പിരിച്വലി ഒരു ഇതായിട്ടുള്ള ഒരാളായിരുന്നു. അതിനോട് താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ രാമകൃഷ്ണ ആശ്രമത്തിലും പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു സുപ്രഭാതത്തിൽ ആരോടും പറയാതെ, അച്ഛനും അമ്മയോടും ഒന്നും പറയാതെ അദ്ദേഹം നേരെ ഈ പശ്ചിമ ബംഗാളിലെ സാരാഗാച്ചി എന്ന് പറയുന്ന മുർഷിദാബാദ് ജില്ലയിലെ സാരാഗാച്ചി ആശ്രമത്തിൽ പോവുകയാണ്. അത് കൂടെയുള്ളൊരു നാഗപ്പൂരിലൊരു ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ടുള്ള സ്വാമി അഖണ്ഡാനന്ദ. അതിൻ്റെ പ്രത്യേകത ആദ്യത്തെ പ്രസിഡന്റ് RSSൻ്റെ അല്ലല്ല, ശ്രീരാമകൃഷ്ണ സോറി, അന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ പ്രസിഡൻ്റുമാണ് അഖണ്ഡാനന്ദ സ്വാമി. അതായത് ആദ്യത്തെ രാമകൃഷ്ണ ദേവൻ്റെ ആദ്യത്തെ ശിഷ്യനും വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ശിഷ്യനാണ്. എന്ന് മാത്രമല്ല ശ്രീരാമകൃഷ്ണ പരമ്പരയിൽ ആദ്യം സേവന പ്രവർത്തനം വ്യവസ്ഥാപിതമായിട്ട് തുടങ്ങിയതും ഈ സാരഗച്ചി ആശ്രമമാണ്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ദീക്ഷ വന്നു. അദ്ദേഹത്തിന് ദീക്ഷയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമിജി സമാധിയായി. അഖണ്ഡ സമാധിയായതിനു ശേഷം അദ്ദേഹം കൽക്കട്ടയിൽ കുറച്ച് നാൾ സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം നാഗപ്പൂരിലേക്ക് വന്നു. അപ്പോൾ അനൗപചാരികമായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം ഗുരു തന്നെ പറഞ്ഞു. രണ്ട് കാര്യമാണ്. ഒന്ന്, സംഘത്തിലെ ഈ താടി വളർത്തിയവരില്ല പൊതുവെ. അപ്പോൾ നിനക്ക് ഈ താടി മുടിയൊക്കെ ചേരുന്നുണ്ട്. അന്ന് അദ്ദേഹം താടി മുടിയൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ അത് നീ എടുക്കണം, അങ്ങനെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അതാണ് ഒരു കാര്യം. രണ്ട്, നിനക്ക് തപസ് ചെയ്യാൻ ഹിമാലയത്തിലേക്ക് പോയിട്ട് വരില്ല എന്നൊരു വാക്ക് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുക്കാതെ നാട്ടിലേക്ക് തന്നെ വന്നു. വരുന്ന സമയത്ത് ഡോക്ടർ ജി വീണ്ടും ഇദ്ദേഹത്തെ പിടികൂടിയെന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന് ചുമതലയൊക്കെ കൊടുത്തു. അവിടുത്തെ നാഗപ്പൂരിലെ ചുമതല കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ സർക്കാര്യവാഹാക്കി, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആക്കി. ഈ ഡോക്ടർ ജിയുടെ കാലത്ത് തന്നെ.
ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആക്കി. ഓക്കെ. ഇപ്പം ഹസബുള്ളയുടെ പോസ്റ്റ് അത് തന്നെ. അങ്ങനെ ആക്കി. അതെ അതെ. അപ്പം മനസ്സിൽ കരുതി കൂട്ടി തന്നെ ആയിരിക്കും. അതെ അതെ അതെ. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. കാരണം അദ്ദേഹത്തെക്കാൾ സംഘത്തിൽ പരിചയമുള്ള ചെറുപ്പക്കാരൊന്നും ഉണ്ട്. അദ്ദേഹത്തിനൊന്നും 34 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഈ ചുമതല മറ്റ് പലരുടെയും കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ചുമതല പറഞ്ഞു വാക്കാൽ, പക്ഷേ ഈ ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ എത്ര കാലം ആ പദവി തുടർന്ന് സർക്കാർ? അല്ല, അത് സംഘത്തിൽ അവരുടെ ജീവിതകാലമാണ് അതിൻ്റെ. ഓക്കെ. കാരണം അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പോസ്റ്റ് അല്ല. മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞ ഈ അതിന് ഈ ഇദ്ദേഹത്തെ ഈ സഹകാരിയായി സംഘചാലകായി എത്ര കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു ഡോക്ടർ? വളരെ കുറച്ച് സമയം ഉണ്ടായുള്ളൂ. കാരണം അവസാനത്തെ 1-2 വർഷം അദ്ദേഹം പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. ഈ ഡോക്ടർ ജി മരിക്കുമ്പോൾ പിന്നെ അദ്ദേഹം സ്വാഭാവികമായിട്ടും സർസംഘചാലകാവുകയാണ്. അതെങ്ങനെ? അല്ലല്ല, അത് അദ്ദേഹം ഒരു കത്തെഴുതി വച്ചിരുന്നു. ഇപ്പോഴും നമുക്ക് RSSൽ ഈ സർസംഘചാലകനെ തിരഞ്ഞെടുക്കുന്നതിന് അങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയൊന്നുമില്ല തോന്നല്ലേ? അതല്ല, അത് നിലവിലുള്ള സർസംഘചാലകാണ് അത് പ്രഖ്യാപിക്കുക. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം മുതിർന്ന കാര്യകർത്താക്കളുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഗുരുജിക്ക് ശേഷം ബാലാസാബ് ദേവറസി അദ്ദേഹം ഇടയ്ക്ക് വെച്ച് ചുമതല ഒഴിഞ്ഞു. അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഒഴിഞ്ഞു. സാധാരണ മരിക്കുമ്പോൾ വരെയാണ്. അത് ഗുരുജിയുടെ കാര്യത്തിൽ വരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് ഗുരുജി ആയിരിക്കും ദേവർഷനെ സജസ്റ്റ് ചെയ്തത്. ആണല്ലോ എന്നുവെച്ചാൽ കൺസൾട്ടേഷൻ ഉണ്ടാവും അതിന് മുമ്പ്. അത് ആ സമയത്ത് അങ്ങനെ പറയും. ഇതുണ്ടാവും. എല്ലാവരും മഹാരാഷ്ട്രക്കാരാണോ? എല്ലാവരും മഹാരാഷ്ട്രക്കാരല്ല. ഇപ്പം ഡോക്ടർ ജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൂലകുടുംബം ആന്ധ്രയാണ്. അവർ മൈഗ്രേറ്റ് ചെയ്തതാണ്. ഈ നൈസാമിൻ്റെ രാജ്യത്ത് നിന്ന് അവരുടെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ മാത്രമല്ല, പിന്നീട് വന്ന പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജി, അദ്ദേഹം UP കാരനാണ്. എന്നിട്ടോ അപ്പം ഈ അങ്ങനെ ഡോക്ടർ ജിയുടെ പേരെടുക്കുന്നു. ഈ ഡോക്ടർ ജി എത്ര കാലം? 15 വർഷം. 15 കൊല്ലം. അദ്ദേഹവും 15 കൊല്ലം. സോറി, ഡോക്ടർ ജി പറഞ്ഞു. ഞാൻ ചോദിച്ച ഗുരുജി 33 വർഷം. 33 വർഷം. ഒരു പക്ഷേ ഭാരതത്തെ ഇത്രയും തവണ പരിക്രമം ചെയ്ത് മറ്റൊരാളുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം സംഘത്തിൻ്റെ ഒരു കീഴ്വഴക്കമനുസരിച്ച് അദ്ദേഹം 2 തവണ എല്ലാ സംസ്ഥാനവും സന്ദർശിക്കും. 1 പ്രവർത്തകരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, 2 പരിശീലന ശിബിരത്തിൽ എല്ലാ വർഷവും അങ്ങനെ പോകണം. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംഘത്തിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സർക്കാര്യവാഹ സർസംഘാലം ഇങ്ങനെ വിഭജിച്ചാൽ പോകുന്നത്. ആൾട്ടർനേറ്റീവ് ഇയേഴ്സിൽ ഓരോ സംസ്ഥാനത്തും എത്തും. അപ്പോൾ ആ നിലയ്ക്കാണ് അദ്ദേഹം 33 വർഷം ഈ ചുമതല വഹിച്ചു. യഥാർത്ഥത്തിൽ സംഘത്തിന് അതിൻ്റെ ചരിത്രത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസാണ് ഈ 48-ൽ ഗാന്ധിജിയുടെ വധം ആരോപിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആ അഗ്നിപരീക്ഷത്തെയൊക്കെ അതിജീവിച്ച് ഈ സംഘത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു അസാമാന്യമായ വ്യക്തിക്ക് മാത്രമേ കഴിയൂ. മാത്രമല്ല 1949 സംഘത്തിൻ്റെ പേരിലുള്ള നിരോധനം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ സംഘത്തിൻ്റെ ഉള്ളിലുള്ളവരും സംഘത്തിൻ്റെ അനുഭാവികളുമായിട്ടുള്ള പലർക്കും നമുക്ക് ഇനി ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ആവശ്യമുണ്ടോ, നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പോലെ പ്രവർത്തിച്ചാൽ പോരെ, പുതിയ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് ഡോക്ടർ ജിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ആദേശമുണ്ട്. അതായത് അന്ന് കോൺഗ്രസ് പാർട്ടി മാത്രമാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടി. അതെ. അപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ പാർട്ടി ഹിന്ദു മഹാസഭയുണ്ട്. മാത്രമല്ല ഹിന്ദു മഹാസഭ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അവർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇമ്പാക്ട് ഇല്ല. കാരണം ആ ഒരു വേണമെങ്കിൽ RSS പേരിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാമായിരുന്നു. അതെ. എന്നു മാത്രമല്ല, ഇടക്കാല മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ശ്യാമപ്രസാദ് മുഖർജി ഗുരുജിയെ സമീപിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. പുള്ളിക്ക് തന്നെ തുടങ്ങാനായിട്ട് അതിന് സംഘത്തിൻ്റെ സഹായം. അപ്പം ഗുരുജി ആദ്യം അതിന് സമ്മതം മൂളിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ ചില പ്രവർത്തകരെ നിങ്ങൾക്ക് തരാം. അങ്ങനെയാണ് 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഭാരതീയ ജനസംഘം തുടങ്ങി.
പക്ഷേ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഗുരുജി തയ്യാറായില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ ശക്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എത്തി. അദ്ദേഹം പറഞ്ഞു, എന്തു ചെയ്യും, ഞാൻ അങ്ങനെ ആളുകൾക്ക് ഇതിൽ താല്പര്യമില്ല, ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പം നിലവിലുള്ള എല്ലാവരും പിരിഞ്ഞു പോയാലും ഞാൻ വീണ്ടും വീണ്ടും ഈ ഒന്നിൽ നിന്ന് തുടങ്ങി ഈ പ്രവർത്തനം എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, തുടർന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് വച്ചു. എന്നുവെച്ചാൽ ഈ സംഗതികൾ എന്തുകൊണ്ടിത് വേണം, എന്തുകൊണ്ടിതുണ്ടായി, എന്തുകൊണ്ട് വേണം എന്നുള്ള വിഷയങ്ങളെ, എന്തുകൊണ്ട് ഇത് രാഷ്ട്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നു എന്നുള്ള നിലയ്ക്കുള്ള ആശയങ്ങൾ തലമുറയ്ക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ചിന്തൻ ബൈഠക്കുകൾ അദ്ദേഹത്തിൻ്റെ പല ഘട്ടത്തിലായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അല്ല, അപ്പം ഞാനൊരു കാര്യം, ഈ ഗാന്ധി വധം കഴിഞ്ഞു, ഈ സമയത്ത് വലിയ നിരോധനം ഉണ്ടായി. ആ നിരോധനത്തിന് ശേഷം ഒരുപാട് കണ്ടീഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്തു തോന്നില്ല RSS പ്രവർത്തിക്കാൻ. കണ്ടീഷൻസ് ഒരു കണ്ടീഷനും ഇല്ല. ഭരണഘടന, റിട്ടേൺ ഭരണഘടന വേണം, അത് മാത്രമല്ല, അത് കൊടുത്തു. അത് അന്ന് ഗുരുജി ജയിലിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുപോയി കാണിച്ചു. അന്നത്തെ മറ്റ് പ്രവർത്തകർ സവർക്കറും ഗുരുജി പ്രതികളാണ്. ഗുരുജി പ്രതി അല്ല, അദ്ദേഹത്തെ പ്രിവെൻറ്റീവ് അറസ്റ്റ്. അതിൻ്റെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിവധം നടക്കുന്നത് 1948 ജനുവരി 30-നാണ്. ഡിസംബർ മാസത്തിൽ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ തൈക്കാട് പോലീസ് മൈതാനത്തിൽ ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്വയംസേവകരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു അദ്ദേഹം, ഈ തൈക്കാട് മൈതാനത്ത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പരിപാടി കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ പരിപാടിയായിരുന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ വൈകുന്നേരത്ത് തമിഴ്നാട്ടിലെ പ്രമുഖ പൗരന്മാരുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാർത്ത വരുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ നെഹ്റുവിനും ഗാന്ധിജിയുടെ മകനും ഒക്കെ അദ്ദേഹം ടെലിഗ്രാം അനുശോചന സന്ദേശങ്ങൾ അയച്ചതിന് ശേഷം അദ്ദേഹം പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് നാഗപ്പൂരിലേക്ക് പോവുകയാണ്. നാഗപ്പൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അവർ അറസ്റ്റ് ചെയ്തു. മനസ്സിലായി. അറസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് വിട്ടയച്ചതിന് ശേഷം സംഘത്തിൻ്റെ ബാൻ നിലനിർത്തി. അതിന് പിന്നെ സത്യാഗ്രഹം ഉണ്ടായി. ഈ ബാൻ ചെയ്ത കാലത്ത് പ്രവർത്തനം ഒന്നും നടന്നില്ല. അപ്പോൾ അദ്ദേഹം ഗുരുജി സംഘം പിരിച്ചുവിട്ടു. താൽക്കാലികമായി സംഘത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചായിട്ട് അദ്ദേഹം അറിയിച്ചു. തിരിച്ച് നിരോധനം പിൻവലിച്ചപ്പോൾ വീണ്ടും തുടങ്ങി. നിരോധനം പിൻവലിച്ചത് തന്നെ രാജ്യവ്യാപകമായ സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് അന്ന് കാര്യമായ സത്യാഗ്രഹം നടന്നില്ല. പക്ഷേ അന്നത്തെ സ്വയംസേവരെയൊക്കെ പരമേശ്വരൻ ഉൾപ്പെടെയൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റിലെടുത്തിരുന്നു. സത്യാഗ്രഹം പ്രധാനമായിട്ട് അന്ന് നടന്നത് കോഴിക്കോടാണ്, കേരളത്തിൽ. അങ്ങനെ വീണ്ടും പ്രവർത്തനം. ഈ അദ്ദേഹത്തിന് 33 വർഷക്കാലം 33 വർഷം എന്ത് മാറ്റമാണ് ആ സംഘത്തിനുണ്ടാക്കിയത്? ഒന്ന്, സംഘത്തിൽ ഡോക്ടറുടെ കാലത്ത് സംഘം മാത്രമേ ഉള്ളൂ, ശാഖാപ്രവർത്തനം മാത്രമേ ഉള്ളൂ, മറ്റ് പ്രവർത്തനങ്ങളില്ല. ഇനി മറ്റൊരു പ്രവർത്തനം നമുക്ക് പറയാം, 1936 ഈ സേവികാ സമിതിയുടെ പ്രവർത്തനം. അത് സംഘത്തിൻ്റെ പ്രവർത്തനമല്ല, സ്ത്രീകളുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ നിരോധനത്തിന് ശേഷമാണ് നമ്മുടെ വിവിധ രംഗങ്ങളിലേക്കുള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. അതാണ് ഡോക്ടറുടെ കാലത്ത് വന്ന വികാസത്തിൻ്റെ ഒരു ദിശ. മറ്റൊരു ഘട്ടത്തിലേക്ക് സംഘത്തിൻ്റെ വികാസം പോയി. 49 കാലത്ത് തന്നെ വിദ്യാർത്ഥി പരിഷത്ത് വരുന്നു. 50-ൽ ഈ ഭാരതീയ ജനസംഘം സംഘത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതാ. സ്വയംസേവർ തുടങ്ങിയത്, സ്വയംസേവർ മുൻകൈയെടുത്ത് തുടങ്ങിയതാണ്. പിന്നെ പിൽക്കാലത്ത് ഗുരുജിയുടെ കാലത്ത് തന്നെ തുടങ്ങിയൊരു, പിൽക്കാലത്ത് വലിയ റോള് നിർവഹിച്ച സമയമാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അത് ധർമാചാര്യന്മാരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് അന്നത്തെ ചിന്മയാനന്ദ സ്വാമിയുടെ ബോംബെയിലെ സന്ധിനിയിൽ അവിടെ വെച്ചിട്ട് ഒരു ആലോചന യോഗം നടന്നിട്ടാണ് ഈ ധർമാചാര്യന്മാരെയെല്ലാം വിവിധ സമ്പ്രദായത്തിലുണ്ടല്ലോ. കാരണം നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരുപാട് യാഥാസ്ഥികമായ വ്യവസ്ഥിതികളുള്ളതാണല്ലോ. അപ്പോൾ അവരുടെ മനസ്സിലും മാറ്റം വരണം, അവരുടെ ചിന്താഗതിയിലും പുതിയ കാലമനുസരിച്ച് മാറ്റം വന്നാലേ സമൂഹത്തിൽ മൊത്തം മാറ്റം വരികയുള്ളൂ. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം അത് അവലംബിച്ചത്. അതിൻ്റെ വ്യത്യാസം VHPയും RSS തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പം? അല്ല, അത് RSSൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RSS ഒറ്റ പ്രവർത്തനം ചെയ്യുന്നുള്ളൂ, അതൊരു പൂർണ്ണ പ്രവർത്തനമാണ്. അത് നമ്മുടെ ഒരു വിദ്യാലയം നടത്തിയാൽ എന്താണ്, ആ മനുഷ്യനിർമ്മാണം എന്നുള്ള ഒറ്റ ബേസിക്കായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ സംഘം ചെയ്യുന്നുള്ളൂ. സംഘം ഒരു സമരത്തിന് പോലും സംഘത്തിൻ്റെ ബാനറിൽ പോകാറില്ല. പക്ഷേ സ്വയംസേവകർ ജീവിതമണ്ഡലത്തിലെ ഏത് രംഗത്തും പ്രവർത്തിക്കാനുള്ള ഒരു ബേസിക്
ട്രെയിനിങ് അവർക്കുണ്ട്. അത് VHP എന്താ വ്യത്യാസം? അല്ല, VHPയുടെ പ്രധാനമായ ഉദ്ദേശം നമ്മുടെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള ഈ ഒരുപാട് ഇതുണ്ടല്ലോ, വിഭാഗങ്ങളുണ്ടല്ലോ, ഇവരെയെല്ലാം ഒരു പൊതു ഫോറത്തിൽ കൊണ്ടുവരികയും അവരെയൊക്കെ പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രോന്മുഖമായി ചിന്തിപ്പിക്കുക തന്നെ വരുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പൂജയും മോക്ഷവും ഒക്കെ പറഞ്ഞ് അവരിയ്ക്കുകയുള്ളൂ. സമഷ്ടിയായിട്ടുള്ള നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു ലക്ഷ്യത്തിലേക്ക് അവരെല്ലാം ചിന്തിപ്പിക്കുക എന്നുള്ള അതിൻ്റെ ഒരു പൊതു വേദി എന്ന നിലയ്ക്കാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വന്നത്. ഈ സേവാഭാരതി ആ സമയത്ത് തുടങ്ങിയതാണോ? സേവാഭാരതി എന്ന പിൽക്കാലത്ത് വന്നതാണ്. ഡോക്ടർജിയുടെ ജന്മശതാബ്ദി വർഷത്തോടെയാണ് ഒരു സംഘടനയായിട്ട് വരുന്നത്, ഒരു സംവിധാനമായിട്ട് വരുന്നത്. അതിനു മുമ്പ് ആരംഭകാലം മുതൽ സ്വയം സേവകരുടെ സ്വാഭാവികമായ ഒരു രീതിയാണ് സേവനം ആവശ്യമുള്ള, പൊതുകാര്യത്തിൽ സേവനം ആവശ്യമുള്ളിടത്തേക്ക് എത്തിപ്പെടുക എന്നത്.